ഇതെല്ലാം ഒരു മാസത്തിനുള്ളിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തെളിഞ്ഞു വരും. 500 രൂപയുള്ളൂ. ഇത് പലർക്കും അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ലായിരുന്നു? അത് അറിയുന്നവരുടെ കൈയൊന്ന് പൊക്കോ. കുറച്ച് പേർക്ക് അറിയാം, പക്ഷെ ഇനി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. എൻ്റെ ഹോസ്പിറ്റലിലെ PROന്റെ നമ്പർ തരാം. സാറ് പറഞ്ഞ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ. പലപ്പോഴും എനിക്ക് ഗവൺമെൻറ് വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു വലിയൊരു പോരായ്മ തോന്നിയിട്ടുള്ളത്, അതൊരു കുറ്റമല്ല കേട്ടോ, സർക്കാരിന് ഫണ്ടിന് കുറവുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു യൂറിൻ കിറ്റ് അല്ലെങ്കിൽ ആധുനികമായ ചികിത്സകൾ ഉണ്ടായിരുന്നെങ്കിൽ, അതാണ് എനിക്ക് VRCയിൽ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ആശുപത്രിക്കാർ ഒരുക്കി തരുന്നുണ്ട്. ഒരു പയ്യൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചോദിക്കുക അവൻ്റെ മൂത്രം പരിശോധിച്ചിട്ടുണ്ടാകും. അതാണ് ആദ്യം ചെയ്യുന്നത്. ഇപ്പോൾ പ്രഷറും BP നോക്കണക്കാട്ടും കൂടുതൽ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത് ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. ഇപ്പം ഈ അടുത്ത് 2-3 പെൺപിള്ളേരെ ഞാൻ പരിശോധിച്ചിരുന്നു. അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ ആ കുട്ടീനെ ഒന്നില്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിലോ സർക്കാർ ആശുപത്രിയിലോ അഡ്മിറ്റ് ചെയ്യണം. പലരും പറയുന്നൊരു ന്യായമുണ്ട്, കുട്ടിയുടെ കല്യാണം മുടങ്ങുമോ, കുട്ടിക്ക് ചീത്തപ്പേരുണ്ടാവുമോ? നിങ്ങളുടെ കുട്ടിയുടെ ചീത്തപ്പേരാണോ നിങ്ങൾക്ക് വലുത്, അതോ നിങ്ങളുടെ കുട്ടിക്ക് ലഹരി ഉപയോഗിച്ചിട്ട് വിഷാദ രോഗം ഉണ്ടായിട്ട് ആത്മഹത്യ ചെയ്യുന്നതാണോ വലുത്? ചിന്തിച്ചാൽ മതി. കല്യാണം കഴിക്കാതിരിക്കൊക്കെ പിന്നെയല്ലേ, ചീത്തപ്പേരൊക്കെ പിന്നെയല്ലേ. കുട്ടി ആദ്യം ജീവിക്കട്ടെ, ജീവിക്കാനൊരു കാരണം വേണ്ടേ? മുമ്പ് ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞ പോലെ സോംബികളായി നടക്കുന്ന പേഷ്യൻസിനെ കാണണമെങ്കിൽ, ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വടി പോലെയാവുന്ന പേഷ്യൻസിനെ നമ്മൾ കാണണം. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയണ്ട. കഞ്ചാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിജുവാന എന്ന് പറയുന്ന സാധനം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഭാരതത്തിൽ കൃഷി ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് അല്ലേ? കഞ്ചാവ് ഹാഷ് ഓയിലായിട്ട് ഉപയോഗിക്കും, ഒരു പേസ്റ്റ് പോലെയാണ് കേട്ടോ. വീട്ടിൽ അമ്മമാര് എന്തെങ്കിലും ചെറിയൊരു ഗ്ലാസിന്റെ പീസിൽ ഒരു ചെറിയ ട്യൂബിൽ, ഗ്ലാസിന്റെ ചെറിയ ട്യൂബിൽ ഒരു പശ തേച്ച് വെച്ച പോലത്തെ സാധനം ഉണ്ടെങ്കിൽ അത് ഹാഷ് ഓയിലാണ്. ചെറിയ ചെറിയ ഗുളികകൾ പോലത്തെ, വെളുത്ത പൊടി പോലത്തെ, കല്ലുപ്പ് പോലത്തെ സാധനം ഉണ്ടെങ്കിൽ അത് MDMA ആണ്. പണ്ട് ആൾക്കാർ MDMA അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരിയുള്ള പിള്ളേരെ പ്രശ്നക്കാരാണെന്നുണ്ടെങ്കിൽ അവർ വേഗം ഗൾഫിലേക്ക് കയറ്റി വിടും, നന്നാവട്ടെ എന്ന്. ഇപ്പൊ പ്രശ്നം എന്ന് വെച്ചാൽ ഗൾഫിൽ ഇവിടത്തെ കാട്ടി കൂടുതൽ ലഹരിയാണ്. ഗൾഫിൽ വീട്ടിലേക്ക് ലഹരി എത്തിച്ചേരും. മദ്യം ഗൾഫിലൊക്കെ ദുബായിൽ ഇപ്പൊ വീട്ടിലേക്ക് എത്തിച്ചേരും മദ്യം. ഇതൊന്നും പോരാത്തതിന് അതിനെക്കാട്ടിയും പുതിയ പുതിയ ലഹരികൾ MDMA തന്നെ ഷാബു എന്ന സാധനമൊക്കെ ഉണ്ട്. പേര് കേൾക്കാൻ രസ, ഷാബു. വയലന്റ് ആണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം ആൾക്കാർ വയലന്റ് ആവും. അങ്ങനത്തെ ലേറ്റസ്റ്റ് ഗുളികകൾ നമ്മുടെ നാട്ടിൽ ദൈവസാഴ്ച എത്തിയിട്ടില്ല, ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ ആസ്പത്രിയിലാകുമ്പോൾ രോഗികൾ ഇത് കൃത്യമായിട്ട് പറഞ്ഞില്ല. അവർക്കിത് ഈ അസുഖത്തിന് കെട്ടൊന്ന് കഴിയുമ്പോൾ അവർക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാൻ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അവർ ഓരോന്നായിട്ട് പറഞ്ഞുതരും. ചില പിള്ളേരെ ലഹരിയുടെ ലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ 10-18 ഉണ്ടാവും. ഞാൻ ഈ അടുത്ത വർഷത്തിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കൊക്കൈൻ പൊടി മൂക്കിൽ വലിക്കുന്നത്, പഞ്ചസാര പൊടി പോലെ ഇരിക്കും കൊക്കൈൻ, കറുത്ത പേസ്റ്റ് പോലെ, ഹാഷ് ഓയിൽ, കഞ്ചാവ് വലിക്കും ചെയ്യാം. ഇതിൽ ഏറ്റവും വിഷമമുള്ള കാര്യം പറയും, കഞ്ചാവിന്റെ ഓയിൽ എടുത്തിട്ട് ഡബിൾ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് പെമ്പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട്. പെമ്പിള്ളേരെ എവിടേക്കെങ്കിലും പോകുമ്പോഴേക്ക് ഇവർക്ക് ഇത് ഓംലെറ്റ്, ഇതിന് എണ്ണ ഉണ്ടാക്കിയിട്ട് ആ എണ്ണയിൽ ഉണ്ടാക്കുന്നുണ്ട് ഡബിൾ ഓംലെറ്റ്. നമ്മളെ കൂട്ടുകെട്ടുകൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഒരു കൊടൈക്കനാൽ ട്രിപ്പ് ഉണ്ടാവും പലവർക്കും.